ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കോളിഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവർ എടുത്ത് അതൊക്കെ ഇതിങ്ങനെ ഓരോ ഇതളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കുക. അതിലേക്ക് ഈ കോളിഫ്ലവർ കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് ഒരു 2-3 മിനിറ്റൊക്കെ ഈ വെള്ളം തിളച്ച് വരുമല്ലോ, അതിൽ കിടന്നിട്ടൊന്ന് വേവണം, അധികം വേവരുത്. അതിന് ശേഷം അതൊന്ന് വാർത്ത് വെക്കട്ടെ, വെള്ളം പോകുന്ന രൂപത്തിൽ അതൊന്ന് വാർത്ത് മാറ്റി വെക്കട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ മാറ്റി വെച്ചതിലേക്ക് നമ്മൾ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കളർ വരും കേട്ടോ. പിന്നെ കോളിഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി അരിപ്പൊടിയും കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ച കാരണം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലാന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2-3 കറിവേപ്പിലേൻ്റെ ഇതളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ പേസ്റ്റ് ഒന്ന് ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിലേക്കാണ് നമ്മൾ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിൻ്റെ താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ്. ഇതിലേക്ക് നമ്മൾ വലിയവർക്ക് വേണമെങ്കിൽ ഇതേപോലെ മുളകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.